ഹായ്, കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു പണം ഉണ്ടാക്കുവാൻ ബിസിനസ് തന്നെ ചെയ്യണമെന്നില്ലെന്ന്. ഇപ്പം മനസ്സിലെ ചോദ്യം എന്താണെന്ന് മനസ്സിലായി. പിന്നെ എന്താ ചെയ്യേണ്ടതെന്നല്ലേ, അത് പറഞ്ഞുതരാം കേട്ടോ. ഒന്നല്ല 5 കാര്യങ്ങൾ ഇനി ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് വാടക വീടുകൾ അന്വേഷിച്ച് നടക്കുന്നവരുണ്ട്. ഇവർക്ക് പറ്റിയൊരു വീട് സംഘടിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ വീടിൻ്റെ വാടക എത്രയാണോ അത്രയും തന്നെ രൂപ നിങ്ങൾക്ക് കമ്മീഷനായിട്ട് കിട്ടുന്നതാണ്. നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ ഒരുപാട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലേക്ക് പ്രൈമറി ടീച്ചേഴ്സിനെയും അപ്പർ പ്രൈമറിയൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ ആവശ്യമുണ്ട്. അത് ബി എഡ് ഉള്ളവർ തന്നെ ആയിരിക്കണമെന്നില്ല, അത്യാവശ്യം ഇംഗ്ലീഷ് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായാൽ മതി. അപ്പോൾ അങ്ങനെയുള്ള സ്കൂളുകളിലേക്ക് ടീച്ചേഴ്സിനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു ടീച്ചറിന് 15,000 രൂപ വെച്ച് നിങ്ങൾക്ക് മിനിമം കമ്മീഷൻ കിട്ടുന്നതാണ്. പോട്ടെ, 10,000 എന്ന് കൂട്ടിക്കും. ഒരു 10 പേരെ അറേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മിനിമം 1,00,000 രൂപ ഏൺ ചെയ്യാൻ പറ്റും. നിങ്ങൾ നല്ലൊരു വെബ് ഡിസൈനറാണ്, വെബ്സൈറ്റൊക്കെ നല്ലപോലെ ഡിസൈൻ ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും നല്ല കഴിവുണ്ടെങ്കിൽ നല്ലൊരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുക. ഒരുപാട് പേർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുക. എന്നിട്ട് ആ വെബ്സൈറ്റിനെ മൾട്ടിപ്പിളായിട്ട് സെല്ല് ചെയ്യുക. അതായത് ഒറ്റ തവണയെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളത് ടൈം മാത്രമാണ്. ആ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് നല്ലൊരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതേ വെബ്സൈറ്റിനെ റീസെൽ ചെയ്ത് പൈസ ഉണ്ടാക്കാം. നിങ്ങൾക്ക് നല്ല ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നല്ല സ്കില്ലുണ്ടെങ്കിൽ ഒരു 15 കമ്പനികളുമായിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കമ്പനിയിൽ നിന്ന് ഒരു മാസം 2,000 രൂപ സർവീസ് ചാർജ് മേടിച്ച് കഴിഞ്ഞാൽ മിനിമം ഒരു 30,000 രൂപ ഒരു മാസം ഏൺ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല റീൽസ് എടുക്കാൻ കഴിവുള്ള ഒരാളാണെങ്കിൽ ഒരു 10-15 കമ്പനിയൊക്കെ ആയിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ടുള്ള റീൽസുകൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2,000 രൂപ വെച്ച് ഒരാളുടെ അടുത്ത് വാങ്ങിച്ചാൽ മതി. ഒരു മാസം ഒരു 30,000 രൂപ ആ വഴി ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ മാർക്കറ്റ് എങ്ങനെ കണ്ടെത്താം എന്ന സംശയമുള്ളവരായിരിക്കും നിങ്ങളിൽ പലരും അല്ലേ. അതിനൊരു ഉത്തരം പറഞ്ഞുതരാം. കാശുള്ള നല്ല ഒരുപാട് സോഷ്യൽ മീഡിയകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. യൂട്യൂബുണ്ട്, ഫേസ്ബുക്കുണ്ട്, ഇൻസ്റ്റാഗ്രാമുണ്ട്. ഇതിലൊക്കെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്തുകൂടെ? ഇനി ഇതൊക്കെ കുറച്ചുകൂടെ പ്രൊഫഷണലായിട്ട് ഒരു ബിസിനസ് പേരൊക്കെ വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചെയ്യാം. ഇതിന് പ്രത്യേകിച്ച് ഒരു മുറിയോ കാര്യങ്ങളോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ വീടിൻ്റെ തന്നെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ അടുത്തുള്ള അക്ഷയയിലോ ഒരു കോമൺ സർവീസ് സെൻറ്ററിലോ പോയിട്ട് KSwift എന്ന് പറഞ്ഞൊരു രജിസ്ട്രേഷൻ ഉണ്ട്. അത് ചെയ്ത് കഴിയുമ്പോൾ അതിനോടൊപ്പം ഉദ്യം രജിസ്ട്രേഷൻ കൂടെ കിട്ടും. ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് നിങ്ങൾ ബാങ്കിൽ പോയിട്ട് ഒരു കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഏത് പേരിലാണോ ഏത് ബ്രാൻഡിലാണോ നിങ്ങൾക്ക് ആ ബിസിനസ് ചെയ്യേണ്ടത് ആ പേരിൽ തന്നെ കിട്ടും. ഓൺലൈനായിട്ട് പ്രൊമോഷനും കാര്യങ്ങളും എല്ലാം നടക്കും. നല്ല രീതിയിൽ ഒരു ബ്രാൻഡായിട്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ചെയ്യാനും കഴിയും. താങ്ക് യു.